അടിയന്തരമായി അവിടെ എത്തുമ്പോൾ നമുക്ക് പരമാവധി അവരുടെ സഹായ സഹകരണങ്ങൾ നൽകാൻ കൂട്ടായ ശ്രമം ഉണ്ടാകാം. ഏതായാലും അങ്ങോട്ട് തിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു ആശ്വാസം. അതാണ് ഇപ്പോൾ പല നേതാക്കളും അവരുടെ മറ്റു പരിപാടികളെല്ലാം ഉപേക്ഷിച്ച് അങ്ങോട്ടേക്ക് പോവുകയാണ്. ആശുപത്രിയിൽ സജ്ജീകരണങ്ങൾ തയ്യാറാക്കുന്നു. ആരോഗ്യമന്ത്രി തന്നെ നേരിട്ട് നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പൊള്ളലേറ്റെത്തുന്ന ആളുകളെ സഹായിക്കാനുള്ള ആ പരിസരത്തുള്ള ആശുപത്രികൾ തയ്യാറാണ്. തൊട്ടടുത്ത് മെഡിക്കൽ കോളേജുണ്ട്. അതിനുവേണ്ട സജ്ജീകരണങ്ങളൊക്കെ തയ്യാറാക്കാനുള്ള നിർദ്ദേശങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ ആളുകളെ ജീവനോടെ എത്തിക്കുക എന്ന വലിയ ദൗത്യം, വലിയ വെല്ലുവിളിയായി തന്നെ നമുക്ക് മുന്നിൽ നിൽക്കുകയാണ്. 8 പേരുടെ നില ഗുരുതരമാണ്. 3 പേർ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ ശ്രീ അനിൽ അക്കരയും അതുപോലെ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെയും വാക്കുകൾ കേൾക്കുമ്പോൾ ആളുകളുടെ ശരീരഭാഗങ്ങൾ കിട്ടി എന്നൊക്കെ പറയുമ്പോൾ അത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ സംഭവത്തിലേക്ക് ആണ് നമ്മളെ ഇപ്പം അതിൻ്റെ വാർത്തയാണ് നൽകാൻ കഴിയുന്നത്. ഒരിക്കലും ഉണ്ടാകില്ല എന്ന് നമ്മൾ ഉണ്ടാകാൻ പാടില്ലാത്ത, ഉണ്ടാകാതിരിക്കേണ്ടിയിരുന്ന ഒരു സംഭവം. ഒരുപക്ഷെ ഈ വലിയ ചൂടായിരിക്കാം ഇതിനെ കൂടുതൽ ഈ സ്ഫോടനത്തെ ഇത്രയും തീവ്രമാക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഉള്ള കാരണങ്ങളുണ്ടോ എന്നുള്ള അന്വേഷിക്കണം. കാരണം ഒരു സ്ഥിരം ഇത്തരം സാമഗ്രികൾ നിർമ്മിക്കുന്ന ആളുകളാണ്. സ്വാഭാവികമായും അതിന് വേണ്ട മുൻകരുതൽ എടുക്കാൻ എന്തൊക്കെ എടുക്കണമെന്ന് കൃത്യമായി അറിയുന്ന ആളുകളാണ്. അത് സ്വാഭാവികമായി എടുത്തിട്ടുണ്ടെന്ന പരിശോധന വരുന്നു. പ്രത്യേകിച്ച് ഈ തൃശ്ശൂർ പൂരം പോലെയുള്ള ഒരു ഉത്സവമാകുമ്പോൾ വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് പലപ്പോഴും അതിന് ഉണ്ടാകാറുണ്ട്. അത് ആസ്വദിക്കുന്നവർക്കറിയാം. അതുമായി ബന്ധപ്പെട്ട ജില്ല മുഴുവൻ ആളുകൾ ജാതി മത വ്യത്യാസങ്ങൾക്കപ്പുറത്ത് നിന്ന് ഒരു നാടിൻ്റെ ഉത്സവമായി കൊണ്ടു നടക്കുന്നതാണ് ഈ തൃശ്ശൂർ പൂരം. അപ്പോൾ എല്ലാവരുടെയും ആ ഒരു പൂർണ്ണ പങ്കാളിത്തമുള്ളൊരു സംഭവമാണ്. സ്വാഭാവികമായും എല്ലാ മുൻകരുതലുകളും എടുത്തിട്ടുണ്ടാകാം. പക്ഷേ നമുക്ക് തടയാനാകാത്ത വിധിയാണ് 3 പേരെ ഇപ്പോൾ നഷ്ടമാകുന്നൊരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത്. നവമി, അപ്പോൾ കേൾക്കുന്നില്ല, അനിൽ അക്കരയുടെ വാക്കുകൾ കേട്ടു. അനിൽ അക്കരയ്ക്ക് ലഭിക്കുന്ന വിവരങ്ങളും അത്ര ശുഭകരമല്ല. പലരുടെയും ശരീരഭാഗങ്ങളാണ് അവിടെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 3 പേർ മരിച്ചു എന്ന സ്ഥിരീകരണം വരുന്നു. ചിലരുടെ നില ഗുരുതരമാണ് എന്ന സ്ഥിരീകരണങ്ങൾ വരുന്നു. ശാല ഇനിയും പൊട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന ഇത് വരുന്നു. തുടർ സ്ഫോടനങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഇതിലും വലിയ സ്ഫോടനത്തിനുള്ള സാധ്യത അപ്പുറത്ത് നിലനിൽക്കുന്നു. അവിടെ കുടുങ്ങിക്കിടന്ന മനുഷ്യരെ രക്ഷിക്കാൻ രക്ഷാസംഘത്തിന് അങ്ങോട്ട് കടക്കാൻ പറ്റാത്ത സാധ്യത. ഫയർഫോഴ്സിനും അത്തരം പരിമിതികൾ, തുടർ സ്ഫോടനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ കുറച്ച് സമയമെടുത്താലും ആ രക്ഷാദൗത്യം പൂർത്തിയാക്കാൻ കഴിയും. പക്ഷേ നമുക്ക് എത്ര ജീവനുകൾ കൂടുതൽ രക്ഷിക്കാൻ കഴിയും എന്നതാണ് ഇനി നമുക്ക് മുന്നിലെ വലിയ വെല്ലുവിളി. അതിനാണ് എല്ലാ പ്രാർത്ഥനകളും, എല്ലാ ശ്രമങ്ങളും ഈ ദൗത്യത്തിന് അതിനാണ് ഉള്ളത്. ഇപ്പോൾ മറ്റ് ആശുപത്രികളും സജ്ജമായി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. കൂടുതൽ വൈദ്യ രംഗത്ത് വിദഗ്ധരെ അങ്ങോട്ടേക്ക് എത്തിക്കേണ്ട സാഹചര്യമുണ്ടോ എന്താണ് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെടുമ്പോഴൊക്കെ ലഭിക്കുന്നത് അത്ര നല്ല വിവരങ്ങളല്ല. എന്താണ് നവമി, ഏറ്റവും അവിടെ നിന്ന് നമുക്ക് രക്ഷിക്കാൻ എത്ര പേരെ കഴിഞ്ഞു എന്ന അങ്ങനെ എന്തെങ്കിലും വാർത്ത നമുക്ക് നൽകാൻ കഴിയുമോ പ്രേക്ഷകർക്ക്? മനു, 6 ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. ഇവർ പരിശ്രമിക്കുകയാണ്, തീ അണയ്ക്കാൻ അതീവ പരിശ്രമം നടത്തുകയാണ്. കാരണം ഇപ്പോഴും അതിന്റെ ഉള്ളിൽ കൂടുതൽ ആളുകൾ അകപ്പെട്ടിട്ടുണ്ട് എന്നൊരു വിവരം തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരെയും എത്രയും വേഗം രക്ഷിക്കുക എന്നത് തന്നെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം. അതുകൊണ്ട് തന്നെയാണ് രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ അതൊരു വലിയ വെല്ലുവിളിയാണ്. അതിന്റെ ഉള്ളിൽ, അതായത് ഇപ്പോഴും ആ ശാലയിൽ പടക്കങ്ങൾ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. പലരുടെയും ശരീരഭാഗങ്ങൾ ചിതറിയ നിലയിലാണ്. 5 വെടിക്കെട്ട് പുരകളും കത്തി നശിച്ചു എന്ന ഒരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഈ തുടർ സ്ഫോടനങ്ങളെ തുടർന്നാണ് ഈ 5 വെടിക്കെട്ട് പുരകളിലും ഇതെല്ലാം. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു പുക ഉയരുകയും തീ പടരാനും ഒക്കെ കാരണവും അത് തന്നെയാണ്. ഈ ആളുകളുടെ ശരീരങ്ങൾ ചിന്നിച്ചിതറിയ അവസ്ഥയിലാണ് അവിടെ നിന്ന് രക്ഷാപ്രവർത്തകർക്ക് കാണാനായി സാധിച്ചത്. അവിടെയുള്ള ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ച് ഉച്ചയ്ക്ക് 40 പേർക്കുള്ള ഊണാണ് അങ്ങോട്ടേക്ക് കൊണ്ടുപോയത്. ആ ഒരു കണക്കനുസരിച്ചാണ് 40-ലധികം പേർ, അല്ലെങ്കിൽ 40 പേർ അവിടെ ഉണ്ട് എന്നൊരു വിവരം പുറത്തു വരുന്നത്. ഈ ഉച്ചയ്ക്ക് അവർക്ക് ആഹാരം നൽകുന്നതിന് വേണ്ടി 40 ഊണാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് 40 പേരാണ് അവിടെ അകപ്പെട്ടതെന്നൊരു വിവരം ലഭിക്കുന്നത്. പക്ഷെ അതിപ്പോഴും സ്ഥിരീകരിക്കേണ്ടതുണ്ട്. 8 പേരുടെ നില ഗുരുതരമാണ്. ഈ അതീവ ഗുരുതരമുള്ള ആളുകളെ മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രികളും സജ്ജമാകാൻ ആരോഗ്യ വകുപ്പ് ഡയറക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സമീപത്തെ എല്ലാ ആശുപത്രികളിലും
അത്തരത്തിലുള്ള നിർദ്ദേശം വരുന്നുണ്ട്. ആളുകളെ അവിടെ എത്തിക്കുമ്പോൾ അത്രയും വേഗം അവർക്ക് ചികിത്സ നൽകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തണം. കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചുകൂടെ എന്നൊരു നിർദ്ദേശവും നൽകുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ വരുന്ന വിവരം അനുസരിച്ച് രക്ഷാദൗത്യം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനത്തിലും വലിയ വെല്ലുവിളിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ആ തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. വീണ്ടും ഈ അവിടെയുള്ള സ്ഫോടന വസ്തുക്കൾ പൊട്ടിത്തെറിക്കുന്ന സാഹചര്യമായതിനാൽ അങ്ങോട്ടേക്ക് ആർക്കും പ്രവേശിക്കാൻ കഴിയുന്നില്ല. കാരണം അവരുടെ ജീവന് പോലും അപകടമാകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ പറയുന്നതനുസരിച്ച് ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറിയ നിലയിലാണ് പലയിടങ്ങളിലും കാണപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ മരണങ്ങൾ ഉണ്ടോ എന്നൊരു സംശയമാണ് നമുക്കിപ്പോൾ ഉയർന്നു വരുന്നത്. ഈ 5 വെടിക്കെട്ട് പുരകളും കത്തി നശിച്ചു. ഈ തുടർ സ്ഫോടനങ്ങളാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി നിൽക്കുന്നത്. 5 പുരകളും കത്തി നശിച്ചു, പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ്. എങ്കിൽ പോലും കൂടുതൽ വലിയ സ്ഫോടക വസ്തുക്കൾ ഉള്ളിടത്തേക്ക് തീ പടർന്നിട്ടില്ല എന്നുള്ളത് വലിയ ആശ്വാസമാണ്. അങ്ങനെയാണെങ്കിൽ വീണ്ടും വലിയൊരു അപകടം തന്നെ സംഭവിക്കും. കൂടുതൽ ശബ്ദത്തോടു കൂടി അല്ലെങ്കിൽ വലിയ നവമി, ഞാൻ ഒരു മിനിറ്റ് നവമിയിലേക്ക് മടങ്ങി വരാം. ശ്രീ ടി എൻ പ്രതാപൻ എന്നോടൊപ്പം ഉണ്ട്. ശ്രീ ടി എൻ പ്രതാപൻ, ഇത് വളരെ ദുഃഖകരമായൊരു വാർത്തയാണ് നമുക്ക് പ്രേക്ഷകർക്ക് നൽകേണ്ടി വരുന്നത്. 3 പേരുടെ മരണം സ്ഥിരീകരിച്ചു എന്ന വിവരങ്ങൾ കൂടി വരികയാണ്. മറ്റാളുകളുടെ രക്ഷാപ്രവർത്തനം ഏത് തരത്തിൽ നീങ്ങുന്നു എന്നാണ് അങ്ങേക്ക് മനസ്സിലാകുന്നത്. ഈ ആശുപത്രികളിലൊക്കെ ഇതിനു വേണ്ട സജ്ജീകരണങ്ങൾ ഉണ്ടായെന്ന് പറയുന്നു. അതൊക്കെ എങ്ങനെയുണ്ട്? എന്താണ് അങ്ങേക്ക് അതിൽ നിന്ന് ആദ്യം അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? വളരെ ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ വരെ തൃശ്ശൂരിലെ മാധ്യമപ്രവർത്തകന്മാർ, ദൃശ്യമാധ്യമ പ്രവർത്തകന്മാരടക്കം ഈ മുണ്ടത്തിക്കോട് ഇവിടെ വന്ന് ഈ വെടിക്കെട്ട് നിർമ്മാണശാലയിലെ കാര്യങ്ങളെല്ലാം വാർത്തയാക്കിക്കൊണ്ടിരുന്നതായിരുന്നു. തൃശ്ശൂർ പൂരത്തിന് വേണ്ടിയുള്ള ഈ തയ്യാറെടുപ്പിന് ഈ സത്യം പറഞ്ഞാൽ ഒരു വേണ്ട കരുതലുണ്ടായോ എന്ന് ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുകയാണ്. അതിന് ജില്ലാ കളക്ടറും ജില്ലാ ഭരണകൂടവും വലപ്പള്ളി തഹസിൽദാരും അടക്കമുള്ള ആളുകൾ കൃത്യമായി മറുപടി പറയേണ്ടതുണ്ട്. ഏതായാലും 8 പേരുടെ നില വളരെ ഗുരുതരമാണെന്നാണ് മനസ്സിലാക്കുന്നത്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് ഇനി ആർക്കും ജീവഹാനി സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് നമ്മൾ ആശിക്കുന്നത്. ഇവിടെ ഒരു വലിയ വെല്ലുവിളിയായി പറയുന്നത് ശ്രീ ടി എൻ പ്രതാപൻ, ഈ തുടർ സ്ഫോടനങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്നു. അപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് അതൊരു വലിയ വെല്ലുവിളിയാണ്. വലിയൊരു സ്ഥലത്ത് അപ്പുറത്ത് വെടിപൊട്ടുന്നു, അപ്പോൾ അത് പുക ഇങ്ങനെ വരുന്നു, കാഴ്ച പ്രശ്നം, അതൊക്കെ വലിയ വെല്ലുവിളിയാകുന്നു. അപ്പോൾ അതാണ് ഒരു ഇത്. പക്ഷേ ഏതായാലും പരിസരത്ത് ആളുകളില്ലെന്നാണ്, വീടുകളില്ലാത്തൊരു പാടത്തിന് നടുവിലാണല്ലോ ഇത് ഉള്ളത്. അതുകൊണ്ട് മറ്റാളുകൾക്ക് ഉണ്ടാവില്ല. പക്ഷേ അവിടുത്തെ ജീവനക്കാരെ ഇനി നമുക്ക് വലിയ ആശങ്ക. 40 പേർക്ക് ഊണ് കൊണ്ടുപോയിട്ടുണ്ട്, അതാണിപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ 40 പേര് അത് അവിടെ നിന്ന് രക്ഷിച്ചെടുക്കേണ്ടതുണ്ട്. കാരണം അവിടെ രാവിലെ പോയ തൃശ്ശൂരിലെ ദൃശ്യമാധ്യമ പ്രവർത്തകന്മാർക്ക് ഉൾപ്പെടെ കാണാൻ കഴിഞ്ഞത് 40-ൽ താഴെ ആളുകൾ അവിടെ എന്തായിരുന്നു എന്ന് തന്നെയാണ്. ഇപ്പോ ഉച്ചയ്ക്ക് ഊണ് കൊണ്ടുപോയത് 40 പേർക്കാണെന്ന് പറയുമ്പോൾ 40 പേര് അവിടെ മിനിമം ഉണ്ട്. അതേക്കാൾ കൂടുതലുണ്ടാകാം, ഒരു പക്ഷെ 40-ൽ കൂടുതൽ ആളുകൾ ഉണ്ടാകാം. 8 പേരുടെ നിലയാണ് ഗുരുതരമാണെന്ന് പറയുന്നത്. ആംബുലൻസുകളോട് വന്നിട്ടുണ്ട്. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അതിന്റെ പരിസരത്ത് വെടിമരുന്ന് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ പറഞ്ഞാൽ ഇതിന് കൃത്യമായും ഈ വെടിമരുന്ന്, അതായത് പടക്ക നിർമ്മാണം ഉണ്ടാക്കുന്ന സ്ഥലത്ത് ഇതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ കളക്ടറും RDOയും ADM ഒക്കെ നേരത്തെ മുതലേ പരിശോധിക്കേണ്ടതാണ്. താലൂക്ക് മജിസ്ട്രേറ്റായിട്ടുള്ള തഹസിൽദാരും അതിന്റെ സൂക്ഷ്മത പൂർണ്ണമായും ഉറപ്പുവരുത്തേണ്ടതാണ്. അങ്ങനെയാണ് ഈ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത്. വർഷങ്ങളായി നിർമ്മിക്കുന്ന ആളുകളാണ് ഇവര്. തൃശ്ശൂർ പൂരത്തിനും അതേപോലെ തന്നെ ഉത്രാളിക്കാവിലുമൊക്കെ വെടിക്കെട്ട് തയ്യാറാക്കുന്നവരാണ് ഈ ടീം. പക്ഷെ ഈ ഇത്രയും വലിയ ക്വാണ്ടിറ്റിയുള്ള നിർമ്മാണമായതുകൊണ്ട് അവിടെ അതിനാവശ്യമായ സുരക്ഷാ ക്രമീകരണം ഉണ്ടോ എന്നും നേരത്തെ തന്നെ പരിശോധിക്കേണ്ടതായിരുന്നു. ഇപ്പൊ ഏതായാലും ആളുകൾ അടുത്തേക്ക് എത്താൻ പറ്റാത്ത സാഹചര്യം കൂടി ഉണ്ട്. നമ്മൾ വളരെ കൂടുതൽ പേർക്ക് ജീവഹാനി സംഭവിക്കാതിരിക്കട്ടെ, മാരകമായ പരിക്കില്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് ഇപ്പോൾ ആശിക്കാം. അങ്ങ് പറഞ്ഞതിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. കാരണം തമിഴ്നാട്ടിൽ 23 ആൾ മരിച്ചിട്ട് അധിക മണിക്കൂറുകൾ പോലും ആയിട്ടില്ല. നമുക്ക് ആ ചൂട് ഒരു വലിയ ഘടകമാണ്. കേരളം മുഴുവൻ ചൂട് വലിയ തോതിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്താണ് ഈ പടക്ക നിർമ്മാണം. അപ്പോൾ അതീവ സുരക്ഷ വേണം എന്ന കാര്യത്തിൽ തർക്കമില്ലായിരുന്നു നമ്മളുടെ കയ്യിൽ നിന്ന്, അല്ലേ? അതെ, തമിഴ്നാട്ടിലെ വാർത്തകൾ വന്ന് നമ്മളെല്ലാവരും
വല്ലാതെ പ്രയാസപ്പെട്ടിരിക്കുമ്പോഴാണ് തൃശ്ശൂർ പൂരത്തിന് വേണ്ടി വെടിക്കെട്ട് തയ്യാറാക്കുന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ ദൃശ്യമാധ്യമ പ്രവർത്തകന്മാരടക്കം ഈ സ്ഥലത്ത് മുണ്ടത്തിക്കോട് വരികയും ചെയ്തിരുന്നു. അപ്പൊ കുറെ കൂടിയും 36 മുതൽ 40 വരെ ഡിഗ്രി ചൂട് നിലനിൽക്കുകയാണ്. തൃശ്ശൂരിനെയും പാലക്കാടിനെയും അതിന്റെ തൊട്ടടുത്ത് നിൽക്കുന്നതാണ് ഈ മുണ്ടത്തിക്കോട് വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽപ്പെട്ട. അപ്പൊ സ്വാഭാവികമായും ഈ തമിഴ്നാട്ടിലെ വെടിക്കെട്ട് ദുരന്തം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ കുറെ കൂടി ജില്ലാ ഭരണകൂടവും ബന്ധപ്പെട്ട ആളുകളും കുറച്ചുകൂടി ഈ കാര്യക്ഷമമായ പരിശോധനകളും ക്രമീകരണങ്ങളും അവിടെ ചെയ്യേണ്ടതായിരുന്നു. ഇവിടെ മാത്രമല്ല, ഇത് തിരുവമ്പാടിക്ക് വേണ്ടതാ, പാറമേക്കാവിന് വേണ്ടിയിട്ടുള്ള വേറെ സ്ഥലമുണ്ട്. അപ്പൊ ഈ വെടിക്കെട്ടിന് വേണ്ടിയിട്ടുള്ള സാമഗ്രികൾ ഒരുക്കുന്ന എല്ലാ സ്ഥലത്തും ഈ അന്തരീക്ഷത്തിലെ ചൂടിനും ഊഷ്മാവ് വർദ്ധിച്ചത് കൂടി കണക്കിലെടുത്ത് കൂടുതൽ ക്രമീകരണങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതും ഉറപ്പുവരുത്തേണ്ടതും നേരത്തെ ആയിരുന്നു. ഏതായാലും ഇപ്പൊ നമുക്ക് ഈ ദുരന്തത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു വിമർശനാത്മകമായ വർത്തമാനത്തേക്ക് പോകുന്നതിനേക്കാൾ വലുത് ഇപ്പോ അതിൽ പെട്ടിട്ടുള്ള ആളുകളുടെ ജീവൻ രക്ഷിക്കാനും പരിക്ക് പറ്റിയവർക്ക് കൂടുതൽ ചികിത്സാ സൗകര്യം ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. കൂടുതൽ ആളുകൾക്ക് പരിക്കില്ലാതിരിക്കട്ടെ, കൂടുതൽ ആളുകളുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കുകയും ഇതിനു വേണ്ടിയിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങളിൽ ആരോഗ്യ പ്രവർത്തകന്മാരുടെ കൂടെയും അതേപോലെ ആംബുലൻസിന്റെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും ഫയർഫോഴ്സിന്റെയും കൂടെ നമുക്ക് എല്ലാവർക്കും കൂടി മനസ്സും ശരീരവും ഒരുമിച്ച് അവിടെ സമർപ്പിക്കാം. യെസ്, അതാണ് അങ്ങയുടെ ആ നിലപാടാണ് വളരെ ശരിയായ നിലപാട്. കാരണം ഇത് രക്ഷിക്കേണ്ട മണിക്കൂറുകളാണ്. ഇവിടെ ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് മറ്റെല്ലാം മറന്ന് ഇതാക്കേണ്ടതാണ്. ഏതായാലും അങ്ങും ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിൽ ഒരാശ്വാസമുണ്ട്. വളരെ നന്ദി വിവരങ്ങളൊക്കെ പങ്കുവച്ചതിന്. തുടർ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് വലിയ ഒരു ആശങ്കയായി വരുന്നത്. മുണ്ടത്തിക്കോടിൽ ഇവർ സ്ഥിരമായി ഇത്തരം സാമഗ്രികൾ നിർമ്മിക്കുന്നതാണ്. തമിഴ്നാട്ടിലുണ്ടായ ഒരു വലിയ അപകടം, 23 പേരെയാണ് അവിടെ ഈ വിരുദുനഗറിൽ നഷ്ടമായത്. അത് അവിടെ ഈ രാസമിശ്രിതം തയ്യാറാക്കുമ്പോൾ സംഭവിച്ച ഒരു ഘർഷണമാണ് അവിടെ സ്ഫോടനത്തിന് കാരണമായി വന്നത്. ഇവിടെയും സമാനമായ എന്തെങ്കിലും സംഭവമായിരിക്കാം. ഒരുപക്ഷെ അതിൻ്റെ തീവ്രത കൂടുന്നതിന് ഈ ചൂട് ഒരുപക്ഷെ ഒരു ഘടകമായിരിക്കാം. മറ്റു പല ഘടകങ്ങളും അതിനുണ്ടായിരിക്കാം. ഏതായാലും അത് എന്തൊക്കെയാണെന്നുള്ളത് പരിശോധനകൾ പിന്നീട്. പക്ഷേ ഇപ്പോൾ ആദ്യത്തെ ഒരു വിഷയമായി വരുന്നത് ഈ മനുഷ്യരെ രക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ്. 3 ആളുകളെ നഷ്ടമായിരിക്കും. 40ഓളം പേര് അവിടെ ഉണ്ട് എന്ന് ഏറെക്കുറെ ഒരു സ്ഥിരീകരണമുണ്ട്. പരമാവധി ആളുകളെ അവിടെ നിന്ന് രക്ഷിക്കേണ്ടതുണ്ട്. നാട്ടുകാരും എല്ലാവരും രക്ഷാപ്രവർത്തനത്തിൽ എത്തുന്നു എന്നത് ഒരു ആശ്വാസം പകരുന്നു. ഇത് മെഡിക്കൽ കോളേജിന് തൊട്ട് പുറകിലുള്ളൊരു സ്ഥലമാണ്. സ്വാഭാവികമായും അവിടെ ഉള്ള ആളുകൾ സേവന സന്നദ്ധരാണ് എന്ന് പല ആളുകളും നമ്മൾ സംസാരിച്ചവരൊക്കെ തന്നെ വ്യക്തമാക്കുന്നു. അത് ഒരു വലിയൊരു ആശ്വാസമാണ്. സേവന സന്നദ്ധരായ ആ മനുഷ്യർ അവിടെ അവരുടെ ഈ രക്ഷാപ്രവർത്തനങ്ങൾ, അതിൻ്റെ ദൃശ്യങ്ങൾ നോക്കൂ. എത്ര ഭയാനകമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആളുകളെ ഞെട്ടിക്കുന്ന തരത്തിലേക്കുള്ള, ഇതിനകത്ത് പെട്ടുപോയ മനുഷ്യർ ഏത് തരത്തിൽ ഭയന്നിരിക്കണം എന്നൊക്കെ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നു. ഈ ദൃശ്യങ്ങൾ കണ്ടു തന്നെ കാണുമ്പോൾ തന്നെ നമുക്കുണ്ടാകുന്ന ഭയം, അപ്പോൾ അതിനകത്ത് പെട്ടുപോയ മനുഷ്യരുടെ ഭീതി എന്തായിരുന്നിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഒരു വലിയ ഉഗ്രസ്ഫോടനവും അതിനോട് തുടർ സ്ഫോടനങ്ങളുടെയും ആ ശബ്ദങ്ങളാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. എത്ര ദൂരെ നിന്നാണ് ഇത് ദൃശ്യങ്ങൾ പകർത്തുന്നത്. അപ്പോൾ അത്രയും ദൂരത്ത് നിന്ന് പോലും അത് കേൾക്കാൻ കഴിയുന്നു. പടക്കങ്ങൾ പൊട്ടിക്കൊണ്ടേയിരിക്കുന്നു, സ്ഫോടനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു എന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങേയറ്റം ആശങ്കാഭരിതരാക്കുന്ന, മലയാളികളെ മുഴുവൻ ആശങ്കാഭരിതരാക്കുന്ന, ലോകത്ത് എല്ലായിടത്തുമുള്ള മലയാളികളെ അത്ഭുതത്തിൽ ഞെട്ടിക്കുന്ന തരത്തിലുള്ള, ആകെ ഭീതിതമായ സാഹചര്യത്തിലെത്തിക്കുന്ന തരത്തിലുള്ള ഒരു ദൃശ്യമാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത്. അത് കണ്ടു നിൽക്കാൻ പോലും നമുക്ക് സാധാരണഗതിയിൽ കഴിയുന്നില്ല. മനുഷ്യരത് ദൂരെ നിന്ന് അവിടെ നിന്ന് പോകും പറയുന്നതിൻ്റെ ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാം. പക്ഷേ 40ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന കാര്യം പുറത്തു വരുന്നുണ്ട്. 8 പേരുടെ നില ഗുരുതരമാണെന്ന് മനസ്സിലാകുന്നുണ്ട്. എന്താണ് തുടർ വിവരങ്ങൾ എന്നറിയാനുള്ള ജിജ്ഞാസയുണ്ടെന്ന്. ആളുകൾക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റുന്ന എല്ലാവരും പല സ്ഥലങ്ങളിൽ മാറി നിന്ന് കടക്കാനൊക്കെയുള്ള ശ്രമം നടത്തുന്നത്. എല്ലാവരുടെയും തുടർ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു. അതാണ് ആ ദൃശ്യങ്ങൾ. തുടർ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു എന്നത് അതാണ്. പലതും മുകളിൽ പൊട്ടുന്നു എന്നത് കുഴപ്പമില്ലായിരിക്കാം. പക്ഷേ അത് അടിയിൽ അതിൻ്റെ പുകയും ആളുകൾക്ക് സ്വാഭാവികമായും പരിക്കേൽക്കാത്തവർക്ക് പോലും ശ്വാസതടസ്സം ഉണ്ടാകുന്ന തരത്തിലേക്കുള്ള
പുക അവിടെ അങ്ങനെ പടർന്നിരിക്കണം. ആ പ്രദേശം മുഴുവൻ ആ പുകയുടെ ഇത് നമുക്ക് പടരുന്നത് നമുക്ക് കാണാൻ കഴിയും. അങ്ങേയറ്റം ആശങ്കപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ, രക്ഷാപ്രവർത്തനം തുടരുന്നു. അപ്പോൾ ഇതൊരു പാടത്തിന് നടുവിലാണ് ഈ പടക്ക സാമഗ്രികൾ ഉണ്ടാക്കുന്ന ഷെഡുകളുള്ളത്. അതിൽ ഏറ്റവും വലിയ വെടിപ്പുരയാണ് ഇവിടെ പ്രശ്നബാധിതമായി നിൽക്കുന്നത്. 5 ഇത് പൂർണ്ണമായി കത്തി നശിച്ചു എന്ന് നവമി എന്നോട് പറയുന്നു. അപ്പോൾ വിരുദനഗറിനടുത്തുള്ള കട്ടനാർപട്ടിയിലെ ആ പടക്ക നിർമ്മാണശാലയുടെ ദുരന്തത്തിൻ്റെ വേദനയിൽ നിന്ന് മുക്തരാകുന്നതിന് മുമ്പാണ് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട തൃശ്ശൂർ പൂരത്തിൻ്റെ ഇതിനു വേണ്ടി കാത്തിരിക്കുന്നൊരു സമയത്താണ് ഇതുപോലെ ഏറ്റവും ദൗർഭാഗ്യകരമായൊരു വാർത്ത മലയാളിയെ തേടി എത്തുന്നത് എന്നതാണ്. ഇത് രക്ഷാപ്രവർത്തനം നോക്കും. അവിടെ ഉദ്യോഗസ്ഥരും ജീവനക്കാരും എല്ലാം ചേർന്ന്, ഫയർഫോഴ്സും എല്ലാം ചേർന്ന് അവിടെ പലരെയും മാറ്റിയെടുക്കാനൊക്കെയുള്ള ശ്രമം നടത്തുന്നു. ആ ആളുകളെ അങ്ങേയറ്റം ഭീതിതമായ ദൃശ്യങ്ങൾ തൃശ്ശൂർ പൂരത്തിൽ നമ്മൾ ആഗ്രഹിക്കാത്ത, തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ച് അതിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന മലയാളി ഒരിക്കലും കാണാൻ ഇഷ്ടപ്പെടാത്ത, ആഗ്രഹിക്കാത്ത ദൃശ്യങ്ങൾ നൽകേണ്ടി വരുന്നതിൻ്റെ ദുരവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇത് അങ്ങേയറ്റത്തെ വലിയൊരു ദുരവസ്ഥ. മനുഷ്യരെ അവിടെ രക്ഷപ്പെടുത്താൻ ഏതായാലും നാട്ടുകാരെല്ലാവരും സന്നദ്ധരായി വരുന്നു എന്നത് ആണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ദുഷ്കരമായ രക്ഷാപ്രവർത്തനത്തിൽ പോലീസിനോടൊപ്പം ഫയർഫോഴ്സിനോടൊപ്പം അവിടുത്തെ നാട്ടുകാർ, കുണ്ടത്തിക്കോടിലെ ആ നാട്ടുകാരും അവിടെ സജീവമായി ഉണ്ട് എന്നതാണ്. അവർ പരമാവധി ആളുകളെ രക്ഷിച്ചെടുക്കാനുള്ള ശ്രമം നടത്തുന്നു. നാം ഈ 3 പേരുടെ മരണം സ്ഥിരീകരിച്ചു. ഇനി അത് ഉയരാതിരിക്കുമെന്ന് വേണ്ടിയൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷേ കേൾക്കുന്ന വാർത്തകളൊന്നും ശുഭമല്ല. നമ്പി നൽകുന്ന ദൃശ്യങ്ങളും അത്ര ശുഭകരമല്ല. അവിടെ തുടർ സ്ഫോടനങ്ങളുടെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അതിനിടയിൽ കുടുങ്ങിപ്പോയ മനുഷ്യന് ശ്വാസം പോലും കിട്ടാൻ കഴിയില്ല എന്ന ആ കറുത്ത പുകപടലങ്ങൾ അങ്ങനെ പടരുമ്പോൾ ആ പ്രദേശം മുഴുവൻ ഈ കരിമരുന്നിൻ്റെ ഗന്ധത്തിൽ അമരുമ്പോൾ അവിടെ മനുഷ്യർക്കിനി രക്ഷയുണ്ടോ എന്ന സംശയം വരുന്ന തരത്തിലേക്കാണ് വരുന്നത്. ഏതായാലും ചെതറിയോടിയ മനുഷ്യർ, അവരെത്ര പേർ രക്ഷപ്പെട്ടു, എത്ര പേർ അവിടെ വീണു എന്ന് അറിയില്ല. ഏതായാലും ആശുപത്രിയിൽ എത്തിച്ചവരൊക്കെ പലർക്കും രക്ഷപ്പെട്ടു എന്ന നല്ല വാർത്ത കേൾക്കാനെങ്കിലും, ആശ്വാസ വാർത്ത കേൾക്കാനെങ്കിലും കാത്തിരിക്കുകയാണ്. 3 പേരെ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. നവമി, ഇപ്പോഴെന്താണ് മെഡിക്കൽ സംഘങ്ങളൊക്കെ എന്താണ് പറയുന്നത്? ഏറ്റവും ഒടുവിലെ അവിടെ നിന്ന് നല്ല വാർത്തകൾ എന്തെങ്കിലും ഉണ്ടോ നവമി? ആശ്വാസം പകരുന്ന വാർത്തകൾ? മനു, ഇപ്പോൾ നമുക്ക് ആശ്വാസം പകരുന്ന വാർത്തകൾ ഒന്നും തന്നെ നൽകാനില്ല. കാരണം അവിടെ ഈ തുടർ സ്ഫോടനങ്ങൾ നടക്കുന്നതാണ് രക്ഷാപ്രവർത്തനത്തിന് ഏറെ വെല്ലുവിളിയായിക്കൊണ്ടിരിക്കുന്നത്. ആളുകൾക്ക് ആർക്കും അതിന്റെ അടുത്തേക്ക് പോലും പോകാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്കാണ് ഫയർഫോഴ്സ് തീയണയ്ക്കാൻ പൂർണ്ണമായും അണയ്ക്കുവാനും കഴിയുന്നില്ല. അടുത്തുള്ള ഈ പടക്കങ്ങളിലെല്ലാം തന്നെ ഈ തീ ആളിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ തുടർച്ചയായിട്ടുള്ള സ്ഫോടനം. ആ സ്ഫോടനം തന്നെയാണ് രക്ഷാപ്രവർത്തനത്തിന് ഏറെ വെല്ലുവിളിയായിരിക്കുന്നതും. അതിന്റെ ഉള്ളിൽ നിരവധി മനുഷ്യർ അകപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ഏറെ വേദനിപ്പിക്കുന്ന വാർത്ത തന്നെയാണ്. നവമി, ഒരു മിനിറ്റ്. ശ്രീ പി ബാലേന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ബാലേന്ദ്രൻ, മനുഷ്യര് 3 പേരെ നഷ്ടമായി എന്ന വിവരമാണ് കിട്ടുന്നത്. കൂടുതൽ ആളുകൾ ഗുരുതരാവസ്ഥയിലാണെന്നൊക്കെ പറയുന്നു. എന്താണ് ശ്രീ ബാലേന്ദ്രൻ അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ? ഞാനിപ്പോ മെഡിക്കൽ കോളേജിലുണ്ട്. ഇപ്പോ ഇവിടെ 5 ഡെത്ത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 5 പേർ മരിച്ചു. 5 പേർ ഡെത്ത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇപ്പോ പരിക്കേറ്റവരെ കൊണ്ടുവന്നിരിക്കുന്നു. സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമല്ല. ഇപ്പോ കുറച്ചും കൂടിയും കൺട്രോൾഡ് ആയിട്ടുണ്ട്. അവിടെ എന്തായാലും വരുന്ന മറ്റാളുകളേക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? ഈ എല്ലാ സൗകര്യങ്ങളും, കാഷ്വാലിറ്റി ഓക്കെയാണ്. ബെഡ്, മറ്റ് സംവിധാനങ്ങളും എല്ലാം ശരിയായിട്ടുണ്ട്. പിന്നെ ഇവിടെ എല്ലാ മിക്ക നേതാക്കളും എത്തിയിട്ടുണ്ട്. അപ്പോ പക്ഷെ 5 പേർ മരിച്ചു എന്നാണ് ഈ വരുന്ന വിവരം അല്ലേ ലഭിക്കുന്നത്? അതെ, 4 ഇപ്പൊ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഒരാൾ കൂടി പാർട്സ് ആണ് എത്തിയിട്ടുള്ളത് ബോഡിയുടെ. അയ്യോ.